നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ കാപട്യം എത്രയാണ്? അത് ചിലപ്പോൾ CPM വളർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാപട്യത്തിൽ പിണറായിയെ മറികടക്കാൻ മറ്റൊരാൾ ആ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. പിണറായിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ, പച്ചയായ മനുഷ്യനാണ്, ഇതാണ് ധാർഷ്ട്യമായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെ കരുതുന്നവർ ഉണ്ട്. ഇനി ഉണ്ടോ എന്നറിയില്ല. എന്നാൽ പിണറായിയുടെ കാപട്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകാൻ ഇപ്പോൾ ഇടയില്ല. 8 പ്രാവശ്യം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാരനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, ആ കൊടിക്കുന്നിൽ സുരേഷിനെ 3ാം മോദി സർക്കാർ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാത്തത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സവർണാധിപത്യമാണെന്ന പിണറായിയുടെ കണ്ടുപിടുത്തം ഒരു കാപട്യമല്ലേ? വെറും കാപട്യം, ക്ലാവ് പിടിച്ച കാപട്യം. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രോട്ടം സ്പീക്കറെ നിയമിച്ച മോദി സർക്കാരിൻ്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പറയുവാൻ ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണെങ്കിൽ കൂടിയും പിണറായിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്ന് പറയുവാൻ പിണറായി പറയുന്നിടത്താണ് കൊടും കാപട്യമുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 8 തവണ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് 7 തവണ MP ആയിട്ടുള്ള ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കിയതെന്ന കോൺഗ്രസിൻ്റെ ആരോപണം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു താൽക്കാലിക പദവിയാണ് എന്നുള്ളതാണ്. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ പുതിയ പാർലമെൻറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ എടുപ്പിക്കുന്ന ഒരു ചുമതല, ആ ചുമതലയാണ് പ്രോട്ടം സ്പീക്കർക്കുള്ളത് എന്നുള്ളതാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ രാഷ്ട്രപതി നിയമിക്കുന്നു എന്നതൊഴിച്ചാൽ ഇതിൽ കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നം ഒന്നുമില്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഈ വസ്തുതകൾ മറച്ചുപിടിച്ചാണ് പ്രോട്ടം സ്പീക്കർ സ്ഥാനത്ത് കൊടിക്കുന്നിലിന് പകരം മഹ്താബിനെ തിരഞ്ഞെടുത്തതിൽ പിണറായി സവർണാധിപത്യം ദർശിച്ചത് എന്നുള്ളതാണ്. അതേസമയം തൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച് MP ആവുകയും പകരക്കാരനായി എത്തിയതാരാണ്? OR കേളു. ആ OR കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രം നൽകിയതും വിമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കൊടിക്കുന്നിലിനെ തഴഞ്ഞത് BJPയുടെ സവർണാധിപത്യമാണ് എന്ന പിണറായിയുടെ ആരോപണം അപഹാസ്യമാകുന്നത് എന്ന് പിണറായി വിജയ നിങ്ങൾ ഓർക്കുക. ചേലക്കരയിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി വർഗ ക്ഷേമ വകുപ്പും യുവജനകാര്യ വകുപ്പും കൈകാര്യം ചെയ്ത കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ ചീഫ് വിപ്പ് എന്ന നിലയ്ക്കും പിന്നീട് നിയമസഭാ സ്പീക്കർ എന്ന നിലയ്ക്കും പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇത്രയും അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും 2ാം പിണറായി സർക്കാരിൽ പട്ടികജാതി വർഗ വകുപ്പിന് പുറമെ ദേവസ്വം വകുപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയത്. തുടക്കക്കാരായ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്തും P രാജീവിന് വ്യവസായവുമൊക്കെ നൽകിയപ്പോൾ രാധാകൃഷ്ണന് പ്രധാനപ്പെട്ട വകുപ്പ് നൽകാതിരുന്നത് ചർച്ചയായതുമാണ്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഭരണകാര്യങ്ങളിൽ മറ്റു പലരെക്കാളും പരിചയസമ്പന്നനായിരുന്നിട്ടും മുൻ MP A സമ്പത്തിനെ രാധാകൃഷ്ണന്റെ തലയ്ക്ക് മുകളിൽ സെക്രട്ടറിയായി പ്രതിഷ്ഠിച്ചതും അന്ന് വിവാദമായതാണ്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ പിണറായി വിജയൻ? 2ാം പിണറായി സർക്കാരിൽ 2 വർഷം കൂടി മന്ത്രിയായി തുടരുവാൻ കഴിയുമായിരുന്ന രാധാകൃഷ്ണനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് CPM എന്ന പാർട്ടിയുടെയും പിണറായി വിജയൻ എന്ന നേതാവിൻ്റെയും അജണ്ടയായിരുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ പരിചയസമ്പന്നർക്ക് സീറ്റ് പോലും നൽകാതെ മരുമകനായി എത്തിയ തുടക്കക്കാരന് പ്രധാന വകുപ്പുകൾ നൽകിയത് ഈ അജണ്ടയുടെ ഭാഗമല്ലേ? മുഹമ്മദ് റിയാസ് തൻ്റെ പിൻഗാമിയാകണമെന്നത് പിണറായിയുടെ രഹസ്യ അജണ്ടയിൽ പെടുന്നു. കെ രാധാകൃഷ്ണനെ പോലൊരാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് തടസ്സമാകുമെന്ന് കണ്ട് തന്നെയാണ് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് കെ രാധാകൃഷ്ണനെ. മുകളിലേക്കുള്ള ഈ ചവിട്ടിത്തള്ളൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത ആളൊന്നുമല്ല കെ രാധാകൃഷ്ണൻ എന്ന് മറക്കരുത്. വ്യക്തി എന്ന നിലയ്ക്ക് എതിർക്കുവാനുള്ള ധീരതയോ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള പിൻബലമോ ഇല്ലെന്ന് കണ്ട് അദ്ദേഹം സത്യത്തിൽ കീഴടങ്ങുകയായിരുന്നു. ഇങ്ങനെ നിന്ന് പൊരുതണ്ട എന്ന് കരുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്നായിരുന്നു CPMൻ്റെ പ്രതീക്ഷയൊക്കെ. ആലത്തൂരിൽ രാധാകൃഷ്ണൻ ജയിക്കുമ്പോൾ മാന്യമായി ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാമെന്നും അന്നവർ കണക്കുകൂട്ടി. അഥവാ തോൽക്കുകയാണെങ്കിൽ അതോടുകൂടി വടകരയിൽ KK ശൈലജയ്ക്ക് സംഭവിച്ചതുപോലെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് പിൻവാങ്ങുമെന്നും കരുതി. രണ്ടിലേത് സംഭവിച്ചാലും പിണറായിയുടെ അജണ്ട വിജയിക്കും. രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മന്ത്രിസഭയിലെത്തിയ OR കേളുവിന് നൽകിയത് പട്ടികജാതി വർഗ ക്ഷേമ വകുപ്പുകൾ മാത്രം. ഭരണപരിചയമില്ലാത്തതാണ് കാരണമെന്ന് കേളുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മാനദണ്ഡം എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനും രാജീവിനും ബാധകമാകാത്തത്, ബാലഗോപാലിന് ബാധകമാകാത്തത്? BJPയും മോദി സർക്കാരും ദളിത് വിഭാഗങ്ങളെ അവഗണിക്കുന്ന പാർട്ടിയാണ് എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ട് എങ്കിൽ
അതിനേക്കാൾ വലിയൊരു നുണയില്ല എന്ന് പറയട്ടെ. ചരിത്രത്തിൽ ആദ്യമായി ഒരു ദളിതനെ ദേശീയ അധ്യക്ഷനാക്കിയ പാർട്ടിയാണ് BJP. ബംഗാരു ലക്ഷ്മൺ. ദളിത് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ തുടർച്ചയായി രാഷ്ട്രപതിമാരാക്കിയതും ഇതേ BJP ആണ്. രാംനാഥ് കോവിന്ദും മറ്റൊന്ന് ദ്രൗപദി മുർമുവും. പാർലമെന്റിലെ ദളിത് പ്രാതിനിധ്യത്തിലും BJP മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് ചിലർ കരുതുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ദളിത് പിന്നാക്ക MP-മാർ പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് BJPയിലൂടെയാണ് എന്നുള്ളത് ആരും മറക്കരുത്. 18ാം ലോക്സഭയിൽ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ MP-മാർ ജയിച്ചു വന്നിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? BJPക്ക് വേണ്ടിയിട്ടാണ്. 55 പേരാണ്. 16ഉം 17ഉം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ദളിത് MP-മാർ ഉണ്ടായിട്ടുള്ളതും. വസ്തുതകളൊക്കെ ഇതായിരിക്കെ BJPയിൽ പിണറായി വിജയൻ ദളിത് വിരോധം ആരോപിക്കുന്നത് ആത്മവഞ്ചനയാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം തൊട്ടുള്ള ചരിത്രമെടുത്താൽ 9 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ദളിതന് CPM പോളിറ്റ് ബ്യൂറോയിൽ തന്നെ പ്രവേശനം ലഭിച്ചത് എന്ന് മറന്നു പോകരുത്. മുംബൈയിൽ മത്സരിച്ച BR അംബേദ്കറെ കോൺഗ്രസുമായി ഒത്തുകളിച്ച് തോൽപ്പിച്ച ദളിത് വിരുദ്ധ പാരമ്പര്യവും ഇതേ CPMന് അവകാശപ്പെട്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച K. രാധാകൃഷ്ണനെ ദിവ്യ S. അയ്യർ IAS ആശ്ലേഷിച്ച ചിത്രം അത് വൈറലായി. പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരും മറ്റും തിങ്ങിപ്പാർക്കുന്ന കോളനികൾ ഇനിമേൽ ആ പേരുകൾ അറിയപ്പെടില്ലെന്ന ഉത്തരവിറക്കിയാണ് മന്ത്രി രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞത്. ഇത് രണ്ടും ദളിത് വിമോചനത്തിലേക്ക് നയിക്കുന്ന മഹത്തായ സംഭവങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. ആരെയെങ്കിലും ആശ്ലേഷിച്ചതുകൊണ്ടോ പേരിന് ഒരു അപകോളനീകരണം വരുത്തിയതുകൊണ്ടോ ദളിത് വിമോചനം സാധ്യമാവില്ല എന്ന് പറയട്ടെ. ദളിത് വിഭാഗങ്ങളെ ആരും ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കേണ്ടതില്ല. കോൺഗ്രസിന്റെ രക്ഷാകവചമോ കമ്മ്യൂണിസ്റ്റ് വർഗസമരമോ ദളിത് മുസ്ലിം ഐക്യമോ ദളിത് വിമോചനത്തിന് ആവശ്യമേ ഇല്ല. നിയമം അനുശാസിക്കുന്നതും സാമൂഹ്യനീതി ആവശ്യപ്പെടുന്നതുമായ അവകാശങ്ങളും പ്രാതിനിധ്യവും നൽകിയാൽ മാത്രം മതി അവർ രക്ഷപ്പെടാൻ. അവർ മുന്നേറിക്കൊള്ളും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ദേശീയ മുഖ്യധാരയുടെ ഭാഗമായി തീരുവാൻ അവർക്കത് തന്നെ ധാരാളമാണ്. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയെപ്പോലെ പിണറായി വിജയനെ പോലെ ഇങ്ങനെ ഇരട്ടത്താപ്പും ഉഡായിപ്പും നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ.